എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ലെയ്ത്ത് മെഷീൻ ടൂളിലെ സിംഗിൾ വേ ടൂൾ പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ ചെറിയ ഓർഡിനറി ലെയ്ത്തുകളിലാണ് സിംഗിൾ വേ ടൂൾ പോസ്റ്റ് കാണപ്പെടുന്നത്. ഈ കാണുന്നതാണ് സിംഗിൾ വേ ടൂൾ പോസ്റ്റ്. ഇതിനെ അമേരിക്കൻ ടൈപ്പ് ടൂൾ പോസ്റ്റ് എന്നും പില്ലർ ടൈപ്പ് ടൂൾ പോസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. ടോപ്പ് സ്ലൈഡിന് മുകളിലുള്ള ടീ സ്ലോട്ടിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. ഇതിനെ ഇതുപോലെ ഇളക്കിയെടുക്കാൻ കഴിയുന്നു. ഇതൊരു പില്ലർ ടൈപ്പാണ്. അതിൽ ഒരു സ്ലോട്ടും ഉണ്ട്. ഇതിനെ ടീ സ്ലോട്ടിലേക്ക് ഇട്ട ശേഷം ഈ റിംഗ് ബേസിനെ ഇതുപോലെ ഇടണം. അതിൻ്റെ മുകളിൽ ഈ സ്ലോട്ടിൻ്റെ അകത്തായി ഈ കാണുന്ന മെറ്റൽ പീസ് വയ്ക്കണം. ഇതിനെ റോക്കർ ആം അഥവാ ബോട്ട് പീസ് എന്നാണ് പറയുന്നത്. ഇതിന് മുകളിൽ ഒരു പാക്കിംഗ് പീസ് കൂടി വച്ച ശേഷമാണ് ടൂളിനെ ഇതിനുള്ളിൽ വയ്ക്കുന്നത്. ടൂൾ വച്ച ശേഷം ഈ കാണുന്ന സ്ക്രൂവിനെ ലോക്ക് ചെയ്ത് ടൂളിനെ ഉറപ്പിക്കാം. പാക്കിംഗ് പീസിനെ ടൂളിൻ്റെ അടിയിൽ വയ്ക്കുന്നത് ടൂളിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. കാരണം ബോട്ട് പീസിന് ലെങ്ത് കുറവാണ്. പാക്കിംഗ് പീസ് ടൂളിന് കൂടുതൽ സപ്പോർട്ട് നൽകും. ടൂൾ വൈബ്രേഷൻ കുറയ്ക്കും. ടൂളിനെ കറക്റ്റ് ഹൈറ്റിൽ സെറ്റ് ചെയ്യാനും സഹായിക്കുന്നു. ഈ റോക്കർ ആമിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ടൂളിൻ്റെ സെൻറ്റർ ഹൈറ്റ് ഈ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ്. അങ്ങനെ കറക്റ്റ് സെൻറ്റർ ഹൈറ്റിൽ ഈസി ആയിട്ട് ടൂളിനെ സെറ്റ് ചെയ്യാൻ കഴിയും. സിംഗിൾ വേ ടൂൾ പോസ്റ്റിലെ ടൂളിനെ ഓപ്പറേഷൻസ് അനുസരിച്ച് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാനും കഴിയുന്നു. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ ഒരേ സമയം ഒരു ടൂൾ മാത്രമേ സെറ്റ് ചെയ്യാൻ കഴിയൂ. കൂടാതെ ടൂളിൻ്റെ റിജിഡിറ്റി കുറവായിരിക്കും. കാരണം ഒരു സ്ക്രൂ മാത്രമേ ടൂളിനെ ഉറപ്പിച്ച് നിർത്തുന്നുള്ളൂ. ഇത്രയുമാണ് സിംഗിൾ വേ ടൂൾ പോസ്റ്റിനെ കുറിച്ച് പ്രധാനമായും പറയാനുള്ളത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.